എൻ്റെ പേര് അഭിജിത്ത് തേജ്. ഞാൻ മലയങ്കി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ സോളാർ ഇലക്ട്രിക് സൈക്കിളാണ്. ഈ ഒരു സൈക്കിൾ നമുക്ക് സോളാറിലും കറണ്ടിലും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ റിം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അലോയ് വീലാണ്. ഇതിൽ ഫസ്റ്റ് കിടന്ന ഈ ഒരു റിമ്മാണ്. ഇതിൽ അലോയ് ആണ്. ഇതിൻ്റെ അകത്താണ് ബാറ്ററി പറഞ്ഞത്. അടുത്ത് കൺട്രോൾ സെക്ഷൻ്റെ എവിടെയാണ് പറഞ്ഞത്. കൺട്രോൾ സെക്ഷൻ ഇതിൻ്റെ അകത്താണ് പറഞ്ഞത്. എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ കണക്ഷനാണ് പറഞ്ഞത്. പിന്നെ ലൈറ്റ് വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു ഹോൺ വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഹോൺ അടിക്കുന്ന തന്നെ ലൈറ്റ് എത്താനുള്ള ഇത് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ത്രോട്ടിൽ. ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഈ ഒരു ക്യാബിൻ്റെ അകത്താണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ബാറ്ററി 36 വോൾട്ട് 17 ആഴ്ചയാണ് ഔട്ട്പുട്ട് ഇട്ടാണ്. ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സോക്കറ്റാണ്. ഈ ഒരു സോക്കറ്റ് ഇത് GKയുടെ ഒറിജിനൽ ചാർജറാണ്. ബാറ്ററി ഫുൾ ആവശ്യം നമുക്ക് നമുക്ക് ചാർജർ ഒരു ശേഷം നമുക്ക് സോളാർ പാനൽ കൊടുത്താൽ നമുക്ക് സോളാറിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതൊരു കൺവെർട്ടറാണ്. 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്താൽ 36 വോൾട്ട് ഔട്ട്പുട്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സോളാർ ഒരു ചാർജ് ചെയ്യുന്നത്. ഈ ഒരു ബോർഡിൽ സോളാർ പാനലിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയും ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇവിടെ DC 36 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ 36 വോൾട്ട് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഈ ഒരു സൈക്കിളിൽ പറഞ്ഞാൽ ഗോഗോ A1 എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വാങ്ങിച്ച ഹബ്ബ് മോട്ടറാണ്. ഇതിൻ്റെ അകത്താണ് മോട്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം നനഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും വരില്ല. ഇത് ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ നേരെ നമ്മൾ കൺട്രോളറിലേക്കാണ് പോകുന്നത്. കൺട്രോളിൽ നമുക്ക് ത്രോട്ടിലേക്കാണ് പോകുന്നത്. ത്രോട്ടിൽ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ത്രോട്ടിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സ്പീഡിൽ നമുക്ക് അനുസരിച്ച്. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം.